നമസ്കാരം. വിദ്യാർത്ഥികളിലായാലും യുവാക്കളിലായാലും മുതിർന്നവരായാലും ലഹരി വസ്തുക്കൾ ഉപയോഗിക്കുന്നവരെ കേരള സർക്കാർ രോഗികളായിട്ടാണ് കാണുന്നത്. ഇപ്പോൾ വിദ്യാർത്ഥികൾ ഇത്തരം പ്രവണതകൾ ചിലയിടത്ത് കണ്ടുവരുന്നുണ്ട്. അപ്പോൾ അധ്യാപകരടുത്തായിട്ട് സൂചിപ്പിക്കാനുള്ളത്, വിദ്യാർത്ഥികൾ ഇപ്രകാരം ഏതെങ്കിലും തരത്തിൽ പ്രവണത കാണുന്നതിന് അവർ രക്ഷകർത്താക്കളുടെ ഭാഗത്തു നിന്നോ അധ്യാപകരുടെ ഭാഗത്തു നിന്നോ അവരെ നല്ല രീതിയിൽ അവരുടെ ആവശ്യങ്ങൾ എന്താണ്, കാര്യങ്ങളെന്നോ അവരുമായിട്ടുള്ള മാനസികമായിട്ടുള്ള അടുപ്പം കുറയുന്നതുകൊണ്ടാണെന്ന് മനസ്സിലാക്കണം. അപ്പോൾ വിദ്യാർത്ഥികളിൽ ഇപ്രകാരം ഏതെങ്കിലും തരത്തിലുള്ള ലഹരി വസ്തു ഉപയോഗവുമായി ബന്ധപ്പെട്ടെങ്കിൽ അവരെ അല്ല നമ്മൾ കുറ്റം പറയേണ്ടത്, അവരെ ശിക്ഷിക്കേണ്ടത്. അവർ ചെയ്യുന്ന ആ പ്രവൃത്തിയാണ് നമ്മൾ കുറ്റമായിട്ട് കാണുന്നത്. അതാണ് രക്ഷകർത്താക്കളുടെ ഭാഗത്തുനിന്ന് അധ്യാപകരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. കേരള സർക്കാരിൻ്റെ ഇന്ത്യൻ വകുപ്പിൻ്റെ കീഴിലുള്ള യൂണിറ്റ് മിഷൻ ഇപ്രകാരം കുട്ടികൾ ഈ തരത്തിൽ ഉള്ള ലഹരികൾക്ക് പോകാതിരിക്കുന്നതിന് കായിക ലഹരി, കലാലഹരി, വായന ലഹരി എന്നിവ ആസൂത്രണം ചെയ്തത്. അപ്പോൾ കേരള എക്സൈസ് യൂണിറ്റ് മിഷന്റെ ആസൂത്രണം ചെയ്ത കലാലഹരിയുമായി സഹകരിച്ച ക്രൈസ്റ്റ് നഗർ സെക്കൻഡറി സ്കൂൾ എല്ലാ ആൾക്കാർക്കും എക്സൈസ് യൂണിറ്റ് വിദ്യാഭ്യാസം വിഷമിത് കൂട്ടരെ വലിയ പാപമെന്നോർക്കണം. കൊടിയ വിഷമിത് കൂട്ടരെ വലിയ പാപമെന്നോർക്കണം. കലിയുഗത്തിൻ കൺമഷത്തിൻ കറുത്ത പുകയാണ് അറിയുക. കലിയുഗത്തിൻ കൺമഷത്തിൻ കറുത്ത പുകയാണ് അറിയുക. കാലമാം രണവേലിയിൽ നന്മതൻ പടയാളിക. കാലമാം രണവേലിയിൽ നന്മതൻ പടയാളിക. ലഹരി മുക്തിയാലിനിയും സ്വർഗരാജ്യം വന്നിടാം, സ്വർഗരാജ്യം വന്നിടാം. കണങ്ങളെ ഉരുകി നേടിയ ജന്മമാ ഒലിച്ചുയരുന്ന കാലമന്ദകരത്തിൻ